സുഹൃത്തുക്കളെ, കാലത്തിൻ്റെ കവളിൽ വീണ ഒരു കണ്ണുനീർത്തുള്ളി എന്ന് ഷാജഹാൻ നിർമ്മിച്ച താജ്മഹലിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യയിലെ നവോത്ഥാന സാഹിത്യകാരനും നൊബേൽ പ്രൈസ് ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ചെയ്ത ബംഗാളിൻ്റെ പ്രിയപുത്രൻ രവീന്ദ്രനാഥ ടാഗോറാണ്. നമ്മുടെ ദേശീയ ഗാനം രചിച്ച രവീന്ദ്രനാഥ ടാഗോർ. അത്ര കണ്ട് അടിമപ്പണി എടുപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച ഒന്നാണ് താജ്മഹൽ. പ്രണയത്തിൻ്റെ മഹാപ്രതീകം, പ്രണയസ്മരണകളുടെ പ്രതീകം എന്നൊക്കെ പറയുമ്പോഴും മുംതാസ് മഹലിൻ്റെ പേരിലാണ് ഈ ഷാജഹാൻ ഇത് നമ്മുടെ താജ്മഹൽ നിർമ്മിച്ചതെന്നുണ്ടെങ്കിലും മുംതാസ് മരിച്ച് ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഇയാൾ വേറെ കല്യാണം കഴിക്കലായിരുന്നു പണി. സഹോദരങ്ങളെ വരെ കൊന്നൊടുക്കിയ ഒരാളാണ് ഷാജഹാൻ. സ്വന്തം പിതാവിനോട് പോലും നീതി പുലർത്താതിരുന്ന ഒരാളാണ് ഷാജഹാൻ. ആ ഷാജഹാന് അതേ വിധി സ്വന്തം മകനിൽ നിന്നുണ്ടായി എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളൊരു കാര്യം. ഷാജഹാൻ്റെ മകൻ ഔറംഗസേബ് വലിയ ചർച്ചയായിട്ടിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ ഔറംഗസേബിൻ്റെ ശവകുടീരം ഉൾപ്പെടെ പൊളിച്ച് അവിടെ നിന്ന് നീക്കണമെന്ന്, അദ്ദേഹത്തിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭം ശക്തമായിട്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു കലാപത്തിൻ്റെ വക്കിലെത്തിയെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് അതിന് സംയമനം പാലിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഇടപെടേണ്ട ആവശ്യമില്ല, സംയമനം പാലിക്കേണ്ട ആവശ്യമില്ല. എടുത്ത് പൊളിച്ച് ദൂരേക്ക് കളയണം എന്നുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളത്. മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ആ ചരിത്രം മുഴുവൻ രക്തം കൊണ്ട് കുതിർന്നതാണ് എന്നത് യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികളെയും അതേപോലെ സിഖ് മതവിശ്വാസികളെയും ഷിയ മുസ്ലിങ്ങളെയും, കാരണം സുന്നി വിഭാഗത്തിൽപ്പെട്ടവരാണ് മുഗൾ ചക്രവർത്തിമാർ, ഷിയ മുസ്ലിങ്ങളെയും വംശഹത്യയ്ക്ക് വിധേയരാക്കിയവർ, അവരുടെ ഭാര്യമാരെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയവർ, അതേപോലെ തന്നെ അവരുടെ സ്വത്ത് കൊള്ളയടിച്ചവർ, അവരാണ് മുഗൾ ചക്രവർത്തിമാർ. അതിൻ്റെ വേറെ പതിപ്പായിരുന്നു നമ്മുടെ ടിപ്പു സുൽത്താനും. അതിലേക്ക് വരാം. ടിപ്പു സുൽത്താൻ്റെ കഥ വേറെ എടുത്ത് പരിശോധിക്കാം. ഇപ്പം ഔറംഗസേബിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കാം. മുഗൾ രാജവംശത്തിൽ അതിലെ 6ാമത്തെ ആളാണ് ബാബറിൻ്റെ പിന്മുറക്കാരനായിട്ട് വരുന്ന നമ്മുടെ ഔറംഗസേബ്. അബു മുസാഫർ മുഹീദ്ദീൻ മുഹമ്മദ് ഔറംഗസേബ് ആലംഗീർ എന്നാണ് ഇയാളുടെ ഫുൾ പേര്. മൊത്തം പറയണമെന്നുണ്ടെങ്കിൽ നാക്കുളുക്കി പോകും. ഇദ്ദേഹം പിതാവായ ഷാജഹാൻ്റെ അത്രയും കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഷാജഹാൻ കെട്ടലായിരുന്നു പരിപാടി. പക്ഷേ ഇദ്ദേഹം 4 വിവാഹം കഴിച്ചിട്ടുണ്ട്. ദിൽറാസ് ബാനു ഔറംഗാബാദി മഹൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഒരു വെപ്പാട്ടിയായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഉദയ്പൂരി മഹൽ തുടങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ സ്വന്തം സഹോദരന്മാരെ കൊന്നൊടുക്കി അവരുടെ ഭാര്യമാരെയും വെപ്പാട്ടിമാരായിട്ട് വെച്ച ഒരു ചരിത്രമാണ് ഔറംഗസേബിനുള്ളത്. ഔറംഗസേബ് സ്വന്തം പിതാവായ ഷാജഹാനെതിരെ യുദ്ധം ചെയ്തു നീണ്ട കാലഘട്ടത്തോളം. മാത്രമല്ല ഷാജഹാനെ മരണം വരെ ആഗ്രയിലെ കോട്ടയിൽ വീട്ടുതടങ്കലിലാക്കി. ഭക്ഷണം കൊടുക്കും, പക്ഷേ തടങ്കലിലാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് അയാൾക്ക് പുറം ലോകം കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഏകാന്ത തടവിലാണ് കഴിഞ്ഞത്. ഭക്ഷണ സമയത്തിന് എത്തിച്ചു കൊടുക്കും. കുതിരവട്ടത്ത് അടച്ചിടുന്നത് പോലെ ഒരു കുടിസ് മുറിക്കകത്ത് അടച്ചിട്ടു, കോട്ടയ്ക്കകത്തെ ഏറ്റവും അങ്ങനെ കൊണ്ടുപോയി അടച്ചിട്ടു സ്വന്തം പിതാവിനെ, തനിക്ക് ജന്മം നൽകിയ പിതാവിനെ. മാത്രമല്ല പിതാവ് ചെയ്തതുപോലെ അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരന്മാരെ മുഴുവൻ പിതാവ് കൊന്നത് എങ്ങനെയോ അതേപോലെ തന്നെ സ്വന്തം സഹോദരങ്ങളെ 3 സഹോദരങ്ങളെ, ജ്യേഷ്ഠനെ അനിയനെയും ഒക്കെ ഈ ഔറംഗസേബ് കൊന്നുകളഞ്ഞു. അതാണ് അതിൻ്റെ ചരിത്രം. ഏറ്റവും കൂടുതൽ കാലം മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിലിരുന്ന ആൾ എന്നറിയപ്പെടുന്നത് ഈ ഔറംഗസേബാണ്. ഔറംഗസേബ് ജനിക്കുന്നത് 1618-ലാണ്. 1709 അദ്ദേഹം മരിക്കുന്നത്. 1658 40ാമത്തെ വയസ്സിൽ മുഗൾ ചക്രവർത്തിയായി അധികാരം ഏറ്റെടുത്തതിന് ശേഷം 49 വർഷക്കാലം നീണ്ട നൂറ്റാണ്ട് പിന്നിടാൻ 1 വർഷം മുമ്പാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 89ാമത്തെ വയസ്സിലാണ് മരണപ്പെടുന്നത്. മരണപ്പെടുന്ന സമയത്ത് കുറച്ച് അദ്ദേഹത്തിന് കുറ്റബോധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഗിൽറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. എന്തായിരുന്നാലേ ചാകാൻ നേരത്ത് കുടിയിലേക്ക് കാലം നീട്ടിരിക്കുമ്പോഴല്ല ഗിൽറ്റ് ഉണ്ടാവേണ്ടത്. ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുമ്പോഴും മനുഷ്യത്വരഹിതമായ ഇടപെടലുകൾ നടത്തുമ്പോഴും ഉണ്ടാവേണ്ടതായിരുന്നു. ഹിന്ദു, സിഖ് അതേപോലെ ഷിയ മുസ്ലിങ്ങൾ എന്നിവരെ വംശഹത്യയ്ക്ക് വിധേയനാക്കിയ ഒരാളാണ്, കൂട്ടക്കൊലയ്ക്ക് വിധേയനാക്കിയ ഒരാളാണ് മതവെറി ഉണ്ടായിരുന്ന ഔറംഗസേബ് എന്നുള്ളതാണ് സത്യം. ഈ പിന്തുടർച്ചാവകാശ തർക്കത്തിൻ്റെ പേരിലാണ് ഇദ്ദേഹം ശരിക്കും ഷാജഹാൻ മൂത്ത മകനായ ദാരാ ഷുക്കോയ്ക്കാണ് അധികാരം കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇവർ മുഗൾ രാജവംശത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള എല്ലാ രീതികളും പിന്തുടർന്നുകൊണ്ട് സഹോദരങ്ങൾ തമ്മിൽ മരണം വരെ യുദ്ധം ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ബാക്കിയുള്ളവരെല്ലാം കൊന്നുകളഞ്ഞത്. അങ്ങനെ കൊന്നുകളഞ്ഞിട്ടാണ് ഇദ്ദേഹം അധികാരം ഉറപ്പിക്കുന്നത്. സ്വന്തം സഹോദരങ്ങളെ, സ്വന്തം ജ്യേഷ്ഠനെ, സ്വന്തം ഇക്കാനെ ഒക്കെ കൊല്ലുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരെ ഭാര്യമാരെ വെപ്പാട്ടിമാരായിട്ട് വെക്കുക. ഈ ദാരാ ഷുക്കോ ഒരു ലിബറലായിട്ടുള്ള വ്യക്തിയായിരുന്നു. അതേസമയം ഔറംഗസേബ് വളരെ യാഥാസ്ഥിതികനായിരുന്നു. അദ്ദേഹം മറ്റു മതസ്ഥർക്കെതിരെ മതപരമായ യാതൊരുവിധ സഹിഷ്ണുതയും വെച്ച് പുലർത്താതെ അസഹിഷ്ണുതയുടെ മാർഗത്തിലൂടെ പോവുകയും അവരെ ആക്രമിക്കുകയും അവരെ കൊല്ലുന്നവർക്ക് പുണ്യം കിട്ടും, അവർക്ക് സ്വർഗ്ഗം കിട്ടുമെന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പല രീതിയിൽ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു, ദ്രോഹിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. വളരെ ദുസ്സഹമായിരുന്നു അവിടെ മറ്റ് മതസ്ഥരുടെ ജീവിത സാഹചര്യം ഈ ഔറംഗസേബിൻ്റെ ഭരണകാലഘട്ടത്തിൽ. അദ്ദേഹം യാഥാസ്ഥിതികനായിരുന്നു. അതേപോലെ അമുസ്ലിം ഈ സ്കൂളുകൾ അത് തകർക്കുക, അതേപോലെ ക്ഷേത്രങ്ങൾ തകർക്കുക, അതേപോലെ തന്നെ
ഈ പിന്നെ വസ്ത്രധാരണം നോക്കി മുസ്ലിമാണോ അല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ വസ്ത്രധാരണം നോക്കിയിട്ട് ആളുകളെ കൊല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നത് ഒരു വിനോദമായിട്ട്, ക്രൂരമായ വിനോദമായിട്ട് അദ്ദേഹം കണ്ടെത്തിയിരുന്നു. മുസ്ലിങ്ങളല്ലാത്തവർക്ക് ജസിയ നികുതി ചുമത്തിയിരുന്നു ഔറംഗസേബ്. അതേപോലെ തന്നെ മുസ്ലിങ്ങളെ മാത്രമാണ് കളക്ടർ പദവിയിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നത്. അതേസമയം അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ പിന്നെ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജോലിക്കും മുസ്ലിങ്ങളെ ഉപയോഗിച്ചിരുന്നു എന്നും ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ കളക്ടർമാരായിട്ട് ഇവരെ മാത്രമാണ് ആക്കിയിരുന്നത്. ഹിന്ദുക്കളായിട്ടുള്ള വ്യാപാരികൾക്ക് 5% നികുതി ഈടാക്കിയിരുന്നു. അതേപോലെ ഭൂനികുതി മറ്റ് ഹിന്ദുക്കൾക്ക്, സിഖുകാർക്കൊക്കെ അമിതമായ ഭൂനികുതി ഏർപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ജീവിതം ദുസ്സഹമായതുകൊണ്ട്, ഔറംഗസീബിൻ്റെ ഭരണത്തിന് കീഴിൽ ജീവിതം ദുസ്സഹമായതുകൊണ്ട് വിദേശികളായ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ, ബ്രിട്ടീഷുകാരുടെ അധീനതയിലുള്ള പ്രദേശത്തേക്ക് ഇവർ പലായനം ചെയ്തു. അതായത് ഔറംഗസീബിൻ്റെ ഭരണത്തെക്കാൾ ഫാർ ബെറ്ററാണ്, ഈ നരകത്തെക്കാളും നല്ലത് അതാണ് സ്വർഗം എന്ന് വിശ്വസിച്ച് അവിടേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. കാരണം അവിടെ ഈ ബ്രിട്ടീഷുകാരൊക്കെ, പോർച്ചുഗീസുകാരൊക്കെ ഇവിടെ വർഷങ്ങളോളം ഭരിച്ചെങ്കിലും അവർ അമ്പലം തകർക്കാനും ഈ ജാതി മതം നോക്കിയിട്ട് ആൾക്കാരെ കൊല്ലാനും പോയിട്ടില്ല എന്നുള്ള ഒരു ചരിത്രപരമായ വസ്തുത കൂടി നമ്മൾ എന്തൊക്കെ പറയുമ്പോൾ നമ്മൾ പാശ്ചാത്യ അധിനിവേശത്തിനെതിരെ നമ്മളിപ്പോൾ പിന്നെ അതിനെ നിരസിക്കുകയും അതിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു യാഥാർത്ഥ്യത്തിന് നേരെ നമുക്ക് കണ്ട ചൂടായെന്നും കൂടെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മതനികുതി ഏർപ്പെടുത്തിയിരുന്നു മുസ്ലിങ്ങളല്ലാത്തവർക്ക്, അവരെ മതവിശ്വാസത്തിന് നികുതി. കാരണം അങ്ങനെയെങ്കിലും അവർ മതം മാറിപ്പോരട്ടെ എന്നിട്ട് നികുതി അടയ്ക്കാൻ മടിച്ചിട്ട് വാരാണസി വിശ്വനാഥ ക്ഷേത്രം ഉൾപ്പെടെ 2 ഡസനോളം അമ്പലങ്ങളാണ് ഔറംഗസീബിൻ്റെ ഭരണകാലഘട്ടത്തിൽ തകർക്കപ്പെട്ടത്. അത് മാത്രമല്ല പുതിയ അമ്പലങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകിയിരുന്നുമില്ല. വിശ്വാസികൾക്ക് എവിടെയെങ്കിലും ഒരു അമ്പലം നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അനുമതി നൽകിയിരുന്നില്ല. അമ്പലങ്ങൾ മാത്രമല്ല, ഈ ഗുരുദ്വാരകൾ, സിഖ് മതക്കാരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിന് തടസ്സമുണ്ടായിരുന്നു. അവരുടെ ആരാധനാലയങ്ങളും തകർത്തു. നമുക്കറിയാം, ഈ അഫ്ഗാനിസ്ഥാനിൽ ഈ താലിബാൻ ആദ്യത്തെ പ്രാവശ്യം അധികാരത്തിൽ വന്ന സമയത്ത് അവിടുത്തെ ബുദ്ധവിഹാരങ്ങൾ മുഴുവൻ തകർക്കുകയും ബുദ്ധൻ്റെ പ്രതിമ തകർക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ മതപരമായ അസഹിഷ്ണുത വെച്ച് പുലർത്തിയിരിക്കുകയും ഒരുതരം വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുകയും ചെയ്തിരുന്ന ചരിത്രം തന്നെയാണ് ഔറംഗസേബും പിന്തുടർന്നത്. അതിനിടയിൽ ധീരമായി ഔറംഗസേബിനോട് പോരടിക്കുകയും പിടിച്ചു നിൽക്കുകയും ചെയ്ത് ഛത്രപതി ശിവജിയാണ്. അത് മറാത്തക്കാരുടെ ഒരു വികാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ശിവജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളും. അവർക്ക് ശിവജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവനാണ്. ശിവജിയെ വിമർശിച്ച, ശിവജിക്ക് എതിരെയോ അല്ലെങ്കിൽ സവർക്കർക്കെതിരെയോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മറാത്ത ദേശീയ വികാരം ആളിക്കത്തും. അതുകൊണ്ട് ശിവജി പോരാട്ട വീര്യത്തിൻ്റെ പ്രതീകമായി പിന്നെ ശിവജിയും മറാത്തികളും ഈ ഔറംഗസീബിനെതിരെ അവസാന ഘട്ടം വരെ പോരടിച്ചു നിന്ന് ഔറംഗസീബിനാകെ പതറിപ്പോയത് അവരുടെ മുമ്പിലാണ്. കാരണം അവരുടെ ചങ്കുറപ്പിന് മുമ്പിൽ അവരെ പരിപൂർണ്ണമായി കീഴടക്കാൻ ഔറംഗസീബിന് ഒരു കാലഘട്ടത്തിലും കഴിഞ്ഞിരുന്നില്ല. അവർ മരണം വരെ പോരാട്ടം എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് ഈ പിന്നെ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിരുന്നത്. മാത്രമല്ല ശിവജിയെ ഇയാൾ ചതിച്ചു. പിന്നെ പരസ്പരം ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഇയാളുടെ കോട്ടയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ശിവജിയെ പിടിച്ച് തടവിലാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ പിന്നെ പുടിൻ ഒരു ചർച്ചയ്ക്ക് വേണ്ടി പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ പുട്ടിനെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ പിടിച്ചിട്ട് വേറെ രാജ്യക്കാർ അധികാരത്തിൽ പിന്നെ തടങ്കലിലാക്കിയിട്ട് വില പേശി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഒരു സാമാന്യ മര്യാദ ഇല്ലാന്നേ, ഒരു എത്തിക്സും ഇല്ലാത്ത ഒരാളായിരുന്നു ഔറംഗസീബ് എന്നുള്ളതാണ്. ചർച്ചയ്ക്ക് വന്ന ആളെ ചർച്ച അലസിപ്പോയപ്പോൾ പിടിച്ച് ജയിലിലാക്കുക. എന്തായിരുന്നാലും അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതേപോലെ കാശ്മീരി പണ്ഡിറ്റുകളെ ക്രൂരമായി ദ്രോഹിക്കുകയും ഇപ്പം ഈ പിന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ ചെയ്യുന്ന അതേ പണി തന്നെ. അവരെ കാശ്മീരി പണ്ഡിറ്റുകളെ ഇദ്ദേഹത്തിൻ്റെ സേനയെ ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായി ആക്രമിക്കുകയും പുരുഷന്മാരെ കൊന്നെടുക്കുകയും സ്ത്രീകളെ ബലാത്സംഗത്തിന് ഇരയാക്കുകയും അവരുടെ സ്വത്തുവകകൾ, ആഭരണങ്ങൾ, സ്വർണം എല്ലാം തന്നെ തട്ടിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു, കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അമ്പലങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ട്. ഈ അതേപോലെ തന്നെ സിഖ് മതക്കാർക്കെതിരായിട്ടുള്ള പിന്നെ ഇദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ. ഗുരു തേജ് ബഹദൂറിനെ പിന്നെ അറസ്റ്റ് ചെയ്തു. പിന്നെ അയാളെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ച് അയാളെ പിന്നെ അദ്ദേഹം തേജ് ബഹദൂർ ഈ പിന്നെ വിശ്വാസത്തിൻ്റെ മേലെ കടന്നുകയറ്റം ഉണ്ടാകുന്നതിന് പരിഹാരം കാണണമെന്ന രീതിയിൽ ചക്രവർത്തി എന്ന രീതിയിൽ ഇദ്ദേഹത്തെ സമീപിച്ചപ്പോൾ ഇദ്ദേഹത്തിന് കത്തയക്കുകയൊക്കെ ചെയ്തപ്പം തേജ് ബഹദൂറിനെ അറസ്റ്റ് ചെയ്ത് തേജ് ബഹദൂറിനെ മതം മാറ്റിയാൽ സിഖ് മതവിശ്വാസികൾ കൂട്ടത്തോടെ ഇസ്ലാം മതം സ്വീകരിക്കും, മതം മാറും. കാരണം അവരുടെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി നിൽക്കുന്ന ആളാണ് തേജ് ബഹദൂർ. അങ്ങനെ മാറും എന്ന ധാരണയുടെ പുറത്ത് ഈ ഭ്രാന്തൻ അദ്ദേഹത്തെ തടങ്കലിലാക്കി ഡൽഹിയിൽ കൊണ്ടുവന്ന് ക്രൂരമായി പീഡിപ്പിച്ച് കാലങ്ങളോളം. പക്ഷേ തേജ് ബഹദൂർ തനിക്ക് തൻ്റെ വിശ്വാസമാണ്, തൻ്റെ ദൈവിക പിന്നെ ആത്മീയമായ വിശ്വാസമാണ് വലുത്, തൻ്റെ ജീവൻ പോയാലും താൻ തൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് മാറില്ല എന്ന് പിന്നെ എന്ന നിശ്ചയദാർഢ്യത്തിൽ നിലനിൽക്കുകയും അങ്ങനെ അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ തല വെട്ടുകയാണ് ചെയ്തത്. വെട്ടിയ തല ഒരു പിന്നെ തളികയിലാക്കി ഔറംഗസേബിന് പിന്നെ മുമ്പിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ സമർപ്പിച്ചു എന്ന് ചരിത്രം പറയുന്നു. അതേപോലെ തന്നെ 1675 അദ്ദേഹത്തിൻ്റെ തല വെട്ടുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ അസം ഷുയെയും ബഹദൂർ ഷായും ഒക്കെ തമ്മിലുള്ള കൊലപാതകങ്ങൾ തന്നെ ഇവരൊക്കെ പരസ്പരം കൊല്ലുകയാണ് ചെയ്തിരുന്നത്. ആയിരക്കണക്കിന് സിഖുകാരാണ്, ഹിന്ദുക്കളാണ് ആ കാലഘട്ടത്തിൽ കൊല ചെയ്യപ്പെട്ടത്. ഷിയ മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടു.
അവർ അന്ന് പിന്നെ ജനസംഖ്യയിൽ വലിയൊരു ഭാഗം ഷിയ മുസ്ലിങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവർ പിന്നെ വളരെ ചെറിയ ന്യൂനപക്ഷമായിട്ട് ചുരുങ്ങി. കാരണം അത്രയും ക്രൂരമായ അതിക്രമങ്ങൾക്ക് അവർ ഇരയായി എന്നുള്ളതാണ് സത്യം. മൃതദേഹ അവശിഷ്ടങ്ങൾ സത്യത്തിൽ ഇയാളുടെ ഈ ശവകുടീരം മാന്തി എടുത്തിട്ട് ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ കാടലിൽ കൊണ്ടേ കളയണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒസാമ ബിൻ ലാദനെ പണ്ട് അമേരിക്ക കൊന്നു കളഞ്ഞിട്ട് അയാളെ ബോഡി കൊണ്ടിട്ട് മതപരമായ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ ഒന്നും വിട്ടുകൊടുക്കാതെ, അങ്ങനെ ശവസംസ്കാരത്തിന് വിട്ടുകൊടുക്കാതെ കടലിൽ കൊണ്ടേ ഇട്ടു. അത് പിന്നെ ബോഡിയാണ്. ആ മാംസങ്ങാനം, അയാളുടെ മാംസങ്ങാനം വല്ല സ്രാവ് നിന്നിട്ടുണ്ടെങ്കിൽ ആ സ്രാവിന് വയറിളക്കം പിടിക്കും. കാരണം അത്രയും വിഷമല്ലേ ചെല്ലിടത്. ആ ശരീരത്തിൽ മുഴുവൻ വിഷം തന്നെ ആയിരിക്കുമല്ലോ. ഈ ചിന്തയും ഈ ഇത്തരം പിന്നെ കൊള്ളയും കൊള്ളിവെപ്പും പിന്നെ നിരപരാധികളായ മനുഷ്യരെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന മാനസികാവസ്ഥയുള്ള ആളുകളുടെ മാംസം പോലും ഭക്ഷ്യയോഗ്യമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കും പിന്നെ മറ്റു മീനിനും ഒന്നിനും എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തായിരുന്നാലും ഇയാളുടെ ഒന്നും കുടീരം സംരക്ഷിച്ചുകൊണ്ട് പോകേണ്ട ഒരു ആവശ്യമില്ല. മറാത്തികളുടെ ആവശ്യം ന്യായമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചരിത്രത്തിൻ്റെ പിന്നെ ഏടുകളിൽ അത്ര കണ്ട് ചോര കൊണ്ട് എഴുതി വെക്കപ്പെടേണ്ടുന്ന ഒരു പേരാണ് ഇയാൾ. കാരണം എന്ന് വെച്ചാൽ ഇയാളെ പിന്നെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റമാണ്, വംശഹത്യയ്ക്കാണ് നേതൃത്വം കൊടുത്ത് സ്വന്തം സഹോദരന്മാരെ കൊന്നൊടുക്കിയിട്ട് അവരുടെ ഭാര്യമാരെ തൻ്റെ ലൈംഗിക അടിമകളാക്കി സൂക്ഷിച്ചിരുന്ന ഒരാളാണ് ഔറംഗസേബ്. ആ ഔറംഗസേബിനെയാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത്. അത്തരം പ്രവൃത്തികളിലൂടെ നടന്നുപോയ ടിപ്പു സുൽത്താനെയാണ് ഇവിടെയുള്ള പിന്നെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളും അതുപോലെ തന്നെ ഇടതു ബുദ്ധിജീവികൾക്ക് ഇതിനകത്ത് വലിയ പങ്കുണ്ട്. ചരിത്രത്തെ പിന്നെ ഇന്ത്യയിലെ ചരിത്രകാരന്മാരിൽ ഏറെ പേരും ഇടതുപക്ഷ ഈ അഭിനവ ബുദ്ധിജീവിമാരാണ്. എന്നിട്ട് അവർ പിന്നെ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഈ ചരിത്രത്തെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് അവതരിപ്പിക്കുക, ഇവരെല്ലാം വീരനായക പിന്നെ വേഷം കെട്ടിച്ച് എഴുന്നള്ളിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാഠപുസ്തകങ്ങൾക്കകത്ത് ഇതിൻ്റെ യഥാർത്ഥ ചരിത്രം പഠിപ്പിക്കുന്നൊരു സ്ഥിതി ഉണ്ടാവണം. നമ്മൾ പഠിക്കുന്ന ചരിത്രം യാഥാർത്ഥ്യമല്ല, വസ്തുതാവിരുദ്ധമായ ചരിത്രം പഠിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. ഔറംഗസീബിനെയും ഷാജഹാനെയും ഒന്നും ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഷാജഹാനെ ഞാൻ പറഞ്ഞു, മരണം വരെ സ്വന്തം മകൻ വീട്ടുതടങ്കലിലാക്കി ജയിലിലാക്കിയതിനേക്കാളും കഷ്ടമുള്ള സ്ഥലത്താണ് കൊണ്ടാക്കിയത്. ഒരു ജയിലിലാണെങ്കിൽ ജയിൽ പുള്ളികളെ വേറെയുള്ളവരെ കാണാൻ സംസാരിക്കുകയൊക്കെ ചെയ്യാം. ഇതൊന്നുമില്ല. ഭക്ഷണ സമയത്തിന് പട്ടിക്ക് കൊണ്ടേ കൊടുക്കുന്നവർ പട്ടിയെ കൂട്ടിലടച്ചവർ ഒരു കൂട്ടിക്കൊണ്ടേ ഇട്ടിരിക്കുക, ഒരു കുടുസ് മുറിക്കകത്ത് അതിൽ കൊണ്ടേ കൊടുത്തിരിക്കുക. ബാക്കിയുള്ള സ്വന്തം മക്കളെല്ലാം കൊല ചെയ്യപ്പെടുന്നത് ഷാജഹാൻ അവിടെ ഇരുന്ന് അറിയുകയാണ്. ആലോചിച്ച് നോക്കൂ, എത്ര ഷാജഹാൻ ചെയ്ത ക്രൂരതയ്ക്കൊക്കെയുള്ള പിന്നെ ശിക്ഷ ഷാജഹാന് കിട്ടി. പക്ഷേ ഔറംഗസീബിന് 89 വയസ്സ് വരെ ജീവിച്ചിരിക്കാനുള്ള അവസരം ഉണ്ടായി. അയാൾക്കും അവസാന കാലഘട്ടത്തിൽ മനസ്താപം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ഈ മുഗൾ ചക്രവർത്തിമാർ പിന്നെ ഈ സംസ്കാരത്തോട്, ഇവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികളോട്, സിഖ് മതവിശ്വാസികളോട്, മുസ്ലിം വിഭാഗത്തിലെ തന്നെ ഇതര പിന്നെ അവാന്തര വിഭാഗങ്ങളോട്, ഷിയ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് ചെയ്തിട്ടുള്ള ക്രൂരത അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ടതാണ്. അത് കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. കാരണം തലയ്ക്ക് പിന്നെ മതത്തിൻ്റെ ഭ്രാന്ത് തലയ്ക്ക് പിടിച്ചവർ എന്തൊക്കെയാണ് ഭരണാധികാരികളാകുമ്പോൾ ചെയ്തു കൂട്ടുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇപ്പോൾ ഹിറ്റ്ലറുടെ പിന്നെ വംശഹത്യയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അത് ഇവിടെ നിന്ന് ചർച്ചയ്ക്കും. ഇവിടെ ഔറംഗസീബ് നടത്തിയതും ഷാജഹാൻ പിന്നെ അങ്ങനെ പിന്നെ മതപരമായ ഒരു വംശഹത്യയിലേക്ക് പോയിട്ടില്ല. ഔറംഗസീബ് നടത്തിയത് മതപരമായ പിന്നെ വംശഹത്യ തന്നെയായിരുന്നു എന്നത് അടിവരയിട്ട് ചരിത്രത്തിൽ പഠിപ്പിക്കേണ്ടുന്ന കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മശേഷിപ്പുകളൊന്നും തന്നെ ഇന്ത്യയുടെ മണ്ണിൽ അവശേഷിക്കാൻ അനുവദിച്ചുകൂടാ. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും രീതിയിൽ ഔറംഗാബാദിൻ്റെയൊക്കെ പേര് മാറ്റി, അതേപോലെ ഔറംഗസീബിൻ്റെ ഒരു അടയാളവും അവശേഷിപ്പിക്കാത്ത രീതിയിൽ. കാരണം അങ്ങനെ അവശേഷിപ്പിക്കാനും മാത്രം, അങ്ങനെ സ്മരണകൾ നിലനിർത്താനും മാത്രം യോഗ്യനല്ലാത്ത ഒരു മനുഷ്യനെ, ഒരു നികൃഷ്ട ജീവിയെ, ഒരു പരമനാറിയെ എഴുന്നള്ളിച്ചു കൊണ്ടുപോവുകയും ഗ്ലോറിഫൈ ചെയ്യുകയും ചെയ്യേണ്ടുന്ന ആവശ്യം ആധുനിക ഇന്ത്യൻ സമൂഹത്തിനില്ല എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്.